അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് എവിടെയാണ് പോകുന്നത്? ഞങ്ങൾ പോകുന്നത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ. അതെ, അവിടെ മാത്രമല്ല വേറൊരു ആയുർവേദത്തിലൂടെ പോകുന്നുണ്ട്. ആശുപത്രിയൊക്കെ പരിചയപ്പെടുത്താൻ കേട്ടോ. അറിയാനുള്ളവരുണ്ടാവുമായിരിക്കും, പക്ഷേ നല്ലൊരു ഡോക്ടർ ഇരിക്കുന്നതാണ്. അപ്പോൾ അവിടെ സ്ഥലം പറഞ്ഞ് ഇതിനോക്കല്ല കേട്ടോ, എനിക്കാണ്. നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മഹാരാജാസ് കോളേജിൻ്റെ പുറത്തൂടെ ഉള്ള റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്നു പോകട്ടെ ഫ്രണ്ടിലേക്ക്. അപ്പുറം നിർത്തുവല്ലായിരുന്നോ? ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ബസ് സ്റ്റോപ്പില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഇപ്പുറം വന്നിട്ട് വേണം ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാനായിട്ട്. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ട് അങ്ങ് ഫ്രണ്ടിലേക്ക് നടക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ ഇതിൽ നടക്കാനായിട്ട്. ഒരു പ്രത്യേക ഭംഗിയാണ്. അല്ലെങ്കിൽ എറണാകുളത്ത് ഓരോ റോഡിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മളിനി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ടോക്കണൊക്കെ എടുക്കണം. നല്ല തിരക്കുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഏകദേശം 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കും വമ്പൻ ക്യൂ ആയിരുന്നു. പക്ഷെ നമുക്ക് അവിടെ ചെന്നപ്പോഴത്തേക്കും പ്രത്യേകമായിട്ട് ഗർഭിണികൾക്ക്, കുട്ടികൾക്ക്, അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിന്, വൃദ്ധരായവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. അവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതിന് ലിതിമോള് തന്നെ അതേ എടുക്കാനായിട്ട് നിൽക്കുകയാണേ. അപ്പോൾ ഞാൻ കരുതുന്ന അവരെന്തെങ്കിലും പറഞ്ഞാലോ എന്ന് ഓർത്തിട്ടാണ് പിന്നെ ലിതിമോളോട് നിന്നോളാൻ പറഞ്ഞത്. അങ്ങനെ ലിതിമോൾ കുറച്ച് നേരം നിന്നിട്ട് തിരിഞ്ഞ് നിൽക്കുക, ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞു പോയി. 2-3 പേരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ എന്നിട്ട് കയറി നിന്ന് ടോക്കണൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെയും പിന്നെ നമ്മൾ കാണുന്നത് ഡെൻ്റൽ ഡോക്ടറിനെയും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ എടുത്തു. നമ്മൾ കോപ്പി ടിക്കറ്റ് എടുത്തു വന്നിട്ട് ഡെൻ്റലിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറവ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ പല്ലെടുക്കാൻ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് അങ്ങനെ കുറേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അതൊക്കെ വായിച്ച് ഞാൻ കുറേ നേരം നിന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് എനിക്ക് ആയുർവേദത്തിലേക്കാണ്. പിന്നെ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആയുർവേദത്തിലൊക്കെ കാണിച്ചിട്ട് നേരെ വന്നത് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇതേ ആദിയുടെ സ്കൂൾ വരെ വന്നേക്കാട്ടോ. അപ്പോൾ ആദിയുടെ സ്കൂളാണിത്. ഇത് പിള്ളേരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിത് ഇവിടെ പള്ളിയിൽ ഉള്ളിൽ കയറാമെന്ന് വിചാരിച്ച് എന്നാണ് കേട്ടോ. ഇതാണ് അരൂര് പള്ളി. മനസ്സിലെ ദുഃഖങ്ങളും ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് ഇതുപോലുള്ള പള്ളികളാണ് കേട്ടോ. കുറേ നേരം നമ്മളിങ്ങനെ വന്നിരുന്ന് മൗനമായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ എല്ലാവിധ സങ്കടങ്ങളും ദുഃഖങ്ങളെല്ലാം മാറും. മനസ്സിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരന്തങ്ങളൊക്കെ ഒരുവിധം എല്ലാം ദൈവം നമ്മളിൽ നിന്ന് മാറ്റിത്തരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ പള്ളിയിൽ വന്നപ്പോൾ തന്നെ. ഞങ്ങളങ്ങനെ അരൂര് പള്ളി കയറി. അതെ, കുറച്ച് നേരം ഒന്ന് ഒരു റിലാക്സിന് നമ്മൾ പള്ളി വന്ന് കുറച്ച് നേരം ഒരു മനസ്സിന് സമാധാനം, സന്തോഷം, ഒരു ആ വേദനകളൊക്കെ നമുക്ക് ഇറക്കി വെക്കാൻ പറ്റും. പിന്നെന്തോ എനിക്ക് അവിടെ ചെന്നിട്ടൊക്കെ വീഡിയോ എടുക്കാൻ ഭയങ്കര ഒരു മടിയായിരുന്നേ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പള്ളി കയറിയപ്പോഴാണ് വീഡിയോ എടുത്ത്. അപ്പോൾ എന്താണ് ആശുപത്രി പറഞ്ഞതെന്നൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറയാം കേട്ടോ. ആരെയും ഇപ്പോൾ ചെയ്യുന്നത്? എന്തോ ഉണ്ടാക്കുന്നത്? പാമ്പിനെയോ? മുതലാ? പള്ളിയിൽ നിന്ന് തിരിച്ചു പോകണം. ഒരു ഫ്രഷ് ലൈമൊക്കെ കുടിച്ച് നമുക്ക് നേരെ വീട്ടിൽ പോകാം.
ഏറ്റവും വലിയ തല്ലിപ്പൊളി അവൻ്റെ ക്ലാസ്സിലുള്ള പിള്ളേരാന്ന് മനസ്സിലായി. അവന് തല്ലിപ്പൊളി അല്ല കേട്ടോ, എല്ലാം കളി. അവരുടെ ക്ലാസ്സിലുള്ള പിള്ളേർ മാത്രമേ പുറത്തുള്ളൂ. ഇവിടെ നമ്മുടെ പ്രായം അരി വറുത്തതാട്ടോ, നേർച്ച. പൊടിയാ. അല്ല അവിടെ നിന്ന് പോയതാണ്, ഇവിടെ ഓഫീസിൽ പോയിരുന്നു, ഇവിടെ നിന്ന് പോയി. അതാണ് ഞാൻ ചോദിച്ചത്. അവിടെ നിന്നാണ് ഓരോ അതിഥികൾ മാറുമ്പോൾ ഓരോ അതിഥികൾ വരുവാണ്. ഇതേ ഒരു അതിഥിയല്ല ഇവിടുത്തെ ആള് തന്നെ, അമ്മയുടെ അനിയത്തി. ആരെ വീഡിയോയാ ഹായ് വെച്ചിട്ട് ഇടത്തേക്ക് യൂട്യൂബ് വീഡിയോ. കുഴപ്പമില്ല. അപ്പോൾ നമ്മളിതേ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തി ഈ ഡ്രസ്സൊന്നും ഞാൻ മാറിയിട്ടില്ല, ഞാൻ അതുപോലെ തന്നെ ഇരിക്കുക കേട്ടോ. കലാമയൊക്കെ വന്ന ശേഷം നമ്മൾ മൂന്നുപേരും കുറേ നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് ആദിക്ക് നല്ല പനിയായിരുന്നു കേട്ടോ. അപ്പോൾ അവനെയും കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. അവന് നമ്മുടെ അടുത്തുള്ള അരൂർ PHSയിലാണ് പോയത്. ആദിക്ക് ചെറിയൊരു മുള്ളു കൊണ്ടാൽ പോലും ഭയങ്കര പേടിയാണ് കേട്ടോ ആൾക്ക്. ചില കുട്ടികൾ അങ്ങനെയാണല്ലോ, കുട്ടികൾ തന്നെയല്ലേ, നമ്മൾ വലിയവരും അങ്ങനെയൊക്കെയാണ്. ചെറിയൊരു മുള്ളു കൊണ്ടാലും ഭയങ്കര ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ടാവും നമ്മുടെ ഇടയിൽ. അപ്പോൾ എന്തായാലും നമുക്ക് മരുന്ന് മേടിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ പോകുന്നതാണ്. ആദ്യം അങ്ങനെ ഡോക്ടറെ കാണിക്കാനായിട്ട് കയറ്റി. അപ്പോഴത്തേക്കും ലിതിമോള് ഒന്ന് BP ഒക്കെ നോക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങ് പോയി. അപ്പം ഞാൻ കുറച്ച് നേരം ആദ്യം എടുത്ത് നിന്ന് ഡോക്ടറിൻ്റെ കാര്യം ഒക്കെ കേട്ട് മരുന്നൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് അരൂർ പള്ളിയുടെ അവിടെ വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കപ്പേളയുടെ അവിടെയാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ നോക്കി കുറേ കൊന്തയുണ്ടായിരുന്നു. അതിൽ ലിതിമോളിങ്ങനെ നോക്കുമ്പോൾ അത് പറഞ്ഞാൽ അത് അവിടെ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞ് ലിതിമോളെ കൊണ്ട് അവിടെ വെപ്പിച്ച് തിരിച്ച് നമ്മൾ അരൂർ പള്ളിയിലേക്ക് പോകണം. ഇന്ന് പള്ളിയിൽ നൊവേനയുള്ള ദിവസമാണ്. അപ്പം നേർച്ചയുണ്ട്. നേർച്ച കഞ്ഞി കുടിക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരല്ല 3 പേര് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇവിടെ വന്ന് അങ്ങനെ നേർച്ചക്കഞ്ഞി കുടിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തിൽ നിന്നാണേലും പള്ളിയിൽ നിന്നാണേലും നേർച്ചക്കഞ്ഞി കുടിക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. എന്നെപ്പോലെ അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എങ്കിലും പറയാട്ടോ എത്ര പേർക്ക് ഇങ്ങനെ ഇഷ്ടം ഉണ്ടാവുമെന്ന്. അങ്ങനെ പാത്രം ഇങ്ങനെ ഒരു പിഞ്ഞാണിക്കകത്താണ് തരുന്നത്. പിന്നെ ഒരു തവി ഉണ്ടാവും. അങ്ങനെ കഞ്ഞിക്കകത്ത് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് വെച്ചൊരു കഞ്ഞിയാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ അകത്തേക്ക് നല്ല ചെറുപയറും മത്തങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു തോരനും ഉണ്ടായിരുന്നു. എരിശ്ശേരി, ആഹാ നല്ല ടേസ്റ്റ് ആയിരുന്നേ. കൊള്ളാവോ? ചൂടുണ്ടോ? ഞങ്ങളപ്പോൾ അതിനുകൊണ്ട് അതിക്ക് കഫക്കെട്ടിനൊക്കെ മരുന്ന് മേടിക്കാൻ പോയി. അപ്പോൾ ഇന്ന് നൊവേന ഉണ്ടായിരുന്നു കേട്ടോ അരൂർ പള്ളിയിൽ. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഇച്ചിരി നേരത്തെ ചോറ് കഴിക്കും കേട്ടോ. ഇച്ചിരി അല്ല, ഒരു പാത്രത്തിൽ വൻപയറുണ്ട്. വൻപയറും ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. തേങ്ങയൊക്കെ ചിരണ്ടതിൻ്റെ പിഴിഞ്ഞ് കുറച്ചാണെങ്കിലും നമുക്ക് വയറ് നിറയുന്നത് കഴിച്ചാൽ. കഴുകിയിട്ട് ഉണ്ടോ? അതിങ്ങ ഉണ്ടോ? നമുക്ക് ബാഗ് കുടിക്കും. അമ്മ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടോ? നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോകട്ടെ.
അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ലിതുമോളോട് പല്ല് പറിക്കണ്ട, റൂട്ട് കനാൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. കാരണം പല്ലിന് ചെറിയൊരു കേട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു പറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ് ഒക്കെ ഹെവി ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് അങ്ങനെയൊക്കെ വരുന്ന കുറച്ച് ബുദ്ധിമുട്ടല്ലേ, എന്തായാലും പെയിൻ ഉണ്ടാവും. ഇപ്പോൾ തൽക്കാലത്തേക്ക് റൂട്ട് കനാൽ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അരൂർ തന്നെ വേറൊരു ക്ലിനിക്കുണ്ട്, അവിടേക്കാണ് പോകുന്നത്. SKM എന്നാണ് ക്ലിനിക്കിൻ്റെ പേര്. അരൂർ ബജാജ് ഫിനാൻസിൻ്റെ തൊട്ട് മേളിലാണ് ആ ക്ലിനിക്ക് വരുന്നത്. SKM എന്നാണ് ക്ലിനിക്കിൻ്റെ പേര്. അപ്പോൾ കുറച്ച് സ്റ്റെപ്പൊക്കെ മേളിലേക്ക് കയറാനുള്ളതുകൊണ്ട് പയ്യെ കയറാനില്ല, നമുക്ക് അധികം സ്റ്റെപ്പൊന്നും കയറരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. എങ്കിലും പയ്യെ കയറുകയാണ് കേട്ടോ. അപ്പോൾ ഉള്ളിൽ ചെന്നപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചു. ഇപ്പം റൂട്ട് കനാൽ ചെയ്യുന്നത് വേറെ ഡോക്ടർ വന്നിട്ടാണ്. അപ്പോൾ അകത്ത് കയറിയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കുകയാണ്, എന്തോരം ഉണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്യുകയാണ്. പിന്നെ എക്സ്റേ ഒന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ ഈ സിറ്റുവേഷനിൽ. എന്തായാലും താൽക്കാലികമായിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലിതുമോൾ ഭയങ്കര സന്തോഷത്തിരിക്കുകയാണ്. ഇപ്പം ചെറിയ വേദനയൊക്കെ കുറവുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ ഫ്രൂട്ട്സ് മേടിക്കാനായിട്ട് പോയി. ആദിക്ക് ഫ്രൂട്ട്സ് മേടിച്ചു, ലിതുമോൾക്ക് മേടിച്ചു, പിന്നെ എനിക്ക് മേടിച്ചു. എനിക്ക് പപ്പായ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കേട്ടോ. നമ്മുടെ അവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പണ്ടൊന്നും നമ്മൾ കളയുന്ന സാധനമാണ്, പക്ഷേ ഇതൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ.